ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേഴ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമേ നിഫ്റ്റി തന്നെ പരിശോധിക്കാം. ഇന്നലെ, അതായത് കഴിഞ്ഞ മാർക്കറ്റ് ദിവസത്തിൽ വെള്ളിയാഴ്ച 23,454 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് 105 പോയിന്റിന്റെ പ്ലസോടുകൂടി ഗ്യാപ്പോടുകൂടി 23,570.8 എന്ന ലെവലിലായിരുന്നു ഓപ്പൺ ചെയ്തിരുന്നത്. ഈ പ്രീ മാർക്കറ്റ് ഈ ലെവൽ സൂചിപ്പിച്ചപ്പോൾ തന്നെ നമ്മുടെ പബ്ലിക് ചാനലിൽ, ടെലഗ്രാം പബ്ലിക് ചാനലിൽ ഞാൻ ഈ ലെവൽ പോസ്റ്റ് ചെയ്തിരുന്നു. തുടർന്ന് ലഭിക്കാവുന്ന റെസിസ്റ്റൻസ് സോൺ ഇതാണ് എന്ന് പറഞ്ഞ് 23,575 എന്ന ലെവൽ പോസ്റ്റ് ചെയ്തിരുന്നു. 75, 77 എന്ന ലെവലുകൾ റെസിസ്റ്റൻസ് ആയി വന്നേക്കാം എന്ന് കണക്കാക്കിയിരുന്നു. അപ്പോൾ കൃത്യമായും ഇവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് സാധാരണയായി കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. ഇത്തരത്തിലൊരു ഗ്യാപ്പ് അപ്പ് ലഭിക്കുമ്പോൾ തന്നെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് സംഭവിക്കാറുണ്ട്. ആ തരത്തിൽ അത് കാണാൻ കഴിഞ്ഞവർക്ക് ഇവിടെ നിന്നും ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാനും വളരെ പെട്ടെന്ന് തന്നെ ഒരു ടാർഗറ്റ്, ആദ്യത്തെ 15 മിനിറ്റിൽ തന്നെ ഒരു ടാർഗറ്റ് കവർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവണം. എന്നാൽ ഇവിടെ നിന്നും പരിശോധിക്കുമ്പോൾ ഡേയ്സ് ലോ തിരിഞ്ഞു പോകുന്നു, അപ്വേർഡ് ഡയറക്ഷണൽ പ്രൈസ് മൂവ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയവർക്ക് ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രതീക്ഷിക്കേണ്ടുന്ന ആദ്യത്തെ ടാർഗറ്റ് ഡേയ്സ് ഹൈ ആണ്. ആ ലെവലിലേക്ക് തീർച്ചയായും പ്രൈസ് മൂവ് ചെയ്തു. എന്നാൽ ഇവിടെ ചെന്നതിന് ശേഷം വീണ്ടും ഈ ലെവലിലേക്ക് വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈൻ, അതും സാമാന്യം റേഞ്ചിലുള്ളത് കൊണ്ട് പുട്ട് ഓപ്ഷൻ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ബോക്സ് അയച്ചവരുണ്ട്. എന്നാൽ അത് ഈ ഏരിയ വരെ മാത്രമേ വന്നിരുന്നുള്ളൂ. ഡേയ്സ് ഹൈ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്തില്ല എങ്കിൽ പോലും അപ്പോൾ ഡയറക്ഷനിൽ പ്രൈസ് മൂവ് ചെയ്യുന്നു എന്ന് ഫീൽ തന്നതുകൊണ്ട് തന്നെ ഞാൻ ഈ ലെവലിൽ നിന്നും കൃത്യമായും ഒരു ബൈ ഓപ്ഷൻ ബ്ലാക്ക് ലൈൻ രേഖപ്പെടുത്തി റെഡ് ലൈൻ ഇന്നത്തെ ഡേയ്സ് ലോയ്ക്ക് താഴെ കൊടുത്തുകൊണ്ട് നമ്മുടെ ചാനലിൽ വീണ്ടും ഇട്ടിരുന്നു. ഈ ലെവലിൽ നിന്നും ഒരു ബൈ എടുക്കുകയാണെങ്കിൽ ഈ ലെവൽ ക്രോസ് ചെയ്താൽ വീണ്ടും ലഭിക്കാവുന്ന ടാർഗറ്റുകൾ എന്ന കണക്കിൽ ഇവിടെ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ പൊസിഷൻ വാങ്ങി ഉടനെ ലഭിച്ച ഒരു ഉയരം ടാർഗറ്റ് എടുത്തവർക്കും വീണ്ടും റിപ്പീറ്റ് ചെയ്തവർക്കും ഒക്കെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവാം. എന്നാൽ ഇന്ന് തീർത്തും ബോറടിപ്പിക്കുന്ന, അതായത് ഓപ്ഷൻ ബയേഴ്സിനെ ശരിക്കും കുടുക്കുന്ന, ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു മൂവ്മെന്റ് ആണ് തന്നത്. അതിനുശേഷമുണ്ടായിരുന്ന ആദ്യത്തെ ഒരു ഒന്നേകാൽ മണിക്കൂറിന് ശേഷമുണ്ടായ മൂവ്മെന്റ് പൂർണ്ണമായും ഒരു കൺസോൾട്ടേഷൻ, ഒരു റേഞ്ച് മൂവ്മെന്റ് മാത്രമായിരുന്നു. പ്രീമിയം മെൽറ്റിംഗ് സാമാന്യം നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ടാകാം. അപ്പോൾ ഇത്തരം ലെവലുകളിൽ നിന്നും ട്രേഡ് ചെയ്യാതിരുന്നവരാണ് ഇന്നത്തെ ശരിക്കും പറഞ്ഞാൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയവർ. അതായത് ഓപ്ഷൻ ബൈയിങ് ചെയ്യാതിരുന്നവർ ആണ് പ്രോഫിറ്റ് ഉണ്ടാക്കിയത്. എന്നാൽ വീണ്ടും ഒരു റിവേഴ്സൽ തരുന്നോ എന്ന ഫീൽ ചെയ്ത് ഈ ഏരിയയിൽ നിന്ന് എൻ്ററായി ഡേയ്സ് ലോ ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി നൽകാൻ എനിക്ക് കഴിഞ്ഞിരുന്നു. ഞാൻ ട്രേഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ഓക്കെ, എന്നാൽ ഡേയ്സ് ഹൈ വീണ്ടും ഭേദിച്ചില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ മൂവ്മെന്റിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളെ എന്തായിരിക്കണം നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്നൊന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യത്തെ റെസിസ്റ്റൻസ് ലെവലായി ഇന്നത്തെ ഉയരം തന്നെയാണ് ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 23,579 എന്ന ലെവലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ആദ്യമേ ലഭിക്കാവുന്ന സപ്പോർട്ട് സോൺ എന്ന ലെവലിൽ 23,530 രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനിടയിൽ 23,547 എന്ന ഒരു മൈനർ സപ്പോർട്ട് ലെവലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നാളെ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ലഭിക്കുന്നതെങ്കിൽ, ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ മൂവ് ചെയ്യുന്നു എങ്കിൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഓർ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ, അതായത് ഇവിടെ ഓപ്പൺ ചെയ്തതിനു ശേഷം കണ്ടിന്യൂഷൻ എന്ന രീതിക്ക് ഇവിടെ ഓപ്പൺ ചെയ്തതിനു ശേഷം ഇവിടുന്ന് പ്രൈസ് അപ്വേർഡ് ഡയറക്ഷൻ കാണിക്കുകയാണെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ലോ ഓർ തൊട്ട് താഴെയുള്ള ഈ ലെവൽ സപ്പോർട്ടായി നമുക്ക് നൽകാവുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ അത്തരത്തിൽ ഒരു ലെവൽ കൂടി ഇവിടെ രേഖപ്പെടുത്തിയത്. കാരണം സാമാന്യം നല്ല റേഞ്ച് ഈ ഏരിയയിൽ ഉണ്ട്. ഇനി ഒരു വേള ഈ ഏരിയയിലാണ് പ്രൈസ് ഓപ്പണായി അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെയുള്ള ലോയോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള ഈ ലെവലോ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. അങ്ങനെയെങ്കിൽ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് തീർച്ചയായും ഇന്നത്തെ ഉയരമായ 23,579 എന്ന ലെവലിന് മുകളിൽ ക്ലോസ് ചെയ്യുക എന്നത് തന്നെയാണ്. അങ്ങനെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് കഴിഞ്ഞിൽ മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരം തന്നെയാണ്. എന്നാൽ അതിനു മുകളിൽ, അതുവരെ രേഖപ്പെടുത്തിയ ഉയരത്തിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ തുടർന്ന് ഈ ലെവലിലുള്ള ടാർഗറ്റുകൾ ലഭിച്ചേക്കാം. പക്ഷേ നാളെയും ഇതേ തരത്തിലുള്ള ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരിക്കുമോ എന്ന് നമുക്ക് പറയാൻ കഴിയുന്നതല്ല. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയ ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷനാണ് നൽകുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ ഓർ ഈ ലെവൽ പ്രധാനമായ
സ്റ്റോപ്പ് ലോസ് പോയിന്റായി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് തീർച്ചയായും ഈ തിക്ക് ലൈനിൽ രേഖപ്പെടുത്തിയ 23,530 എന്ന ലെവലിന് താഴെ ഒരു ക്ലോസിംഗ് ആണ്. എങ്കിലും ഈ ലെവലാണ് 23,513 എന്ന ലെവലാണ് ബ്രേക്ക് ചെയ്ത് താഴെ ക്ലോസ് ആവേണ്ട ഒരു പ്രധാന ലെവൽ. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ മാത്രമാണ് പ്രൈസ് ഒരുപക്ഷെ ഡിക്ലൈൻ ആയേക്കാം എന്ന് നമുക്ക് തോന്നുക. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷനിൽ തന്നെ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണെങ്കിലും അതിന് താഴെ 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ തുടർന്ന് കാര്യമായ ഒരു ഡിക്ലൈൻ സംഭവിച്ചേക്കാം എന്ന പ്രതീക്ഷയാണ് നമുക്കുണ്ടാവുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നവ. നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. അവ 23,513, 490, 475, 452, 423, 366 എന്നീ ലെവലുകളാണ്. അപ്പോൾ അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിൽ എന്തായിരുന്നു ഇന്നത്തെ മൂവ്മെന്റ്, അഥവാ നമുക്ക് അത് ലെവലുകൾ നാളത്തേക്കുള്ള ട്രേഡുകൾ ലെവലുകൾ എന്താണെന്ന് പരിശോധിക്കാം. 50,310 എന്ന ലെവലാണ് പ്രധാന ആദ്യത്തെ സപ്പോർട്ട് സോണായി ഞാൻ കണക്കാക്കുന്നത്. അതുപോലെ തന്നെ 50,562 എന്ന ലെവലാണ് ആദ്യത്തെ റെസിസ്റ്റൻസ് ലെവലായും രേഖപ്പെടുത്തുന്നത്. എന്നാൽ ഇവിടെ 50,362, 70 എന്ന ലെവലുകളിലായി ഒരു മൈനർ സപ്പോർട്ട് ലെവൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഞാൻ അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരം തന്നെയാണ്. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് 50,562 എന്ന ലെവലിന് മുകളിലാണ്. എന്നാൽ അങ്ങനെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോഴും പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിനു മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണ് എങ്കിൽ പ്രൈസ് അപ്വേർഡ് സഞ്ചരിച്ചേക്കാം എന്നാണ് ഞാൻ കണക്കാക്കുക. അങ്ങനെയെങ്കിൽ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസിൽ നിന്നുകൊണ്ട് വീണ്ടും ട്രേഡ് ചെയ്തേക്കാം. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളവ. നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. 50,610, 710, 892, 50,990, 51,133 എന്ന ലെവലുകളാണ് ഞാൻ അത്തരത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളവ. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ ഞാൻ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ ഓർ ഈ ലെവൽ ഏതാണോ അതിന് തൊട്ട് മുകളിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈക്ക് മുകളിലുള്ള ആദ്യത്തെ റെസിസ്റ്റൻസ് ലെവൽ അത് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലുകൾക്ക് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ തന്നെയാണ്. എന്നാൽ അതിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണ് എങ്കിൽ വീണ്ടും പ്രൈസ് ഫർദർ ഡിക്ലൈൻ ചെയ്തേക്കാം, ഡൗൺവേർഡ് സഞ്ചരിച്ചേക്കാം എന്ന് കണക്കാക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നവ. കാണാമെന്ന് കരുതുന്നു. 50,235, 50,186, 50,050, 49,930, 49,827 എന്നീ ലെവലുകളാണ് അവ. അപ്പോൾ അടുത്തതായി സെൻസെക്സിൽ നമ്മുടെ ലെവലുകൾ എന്താണ് എന്ന് നോക്കാം. 77,366 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന റെസിസ്റ്റൻസ് ലെവലായി ഞാൻ രേഖപ്പെടുത്തിയത്. അത് ഇന്നത്തെ ഉയരമാണ്. അതുപോലെ 77,236 ആദ്യത്തെ സപ്പോർട്ട് ലെവലായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം ഒരു അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് 77,366 എന്ന ലെവലാണ്. അതിന് മുകളിൽ 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണ് എങ്കിൽ പ്രൈസ് അപ്വേർഡ് സഞ്ചരിച്ചേക്കാം എന്ന് കണക്കാക്കുകയും തുടർന്ന് ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയവ. അവ 77,422, 454, 504 എന്ന ലെവലുകളാണ്. എന്നാൽ ഇവിടെ ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഉയരം തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട്
ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. അതായത് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേൺ സെല്ലിംഗ് ഡയറക്ഷൻ കാണിച്ചാൽ പുട്ട് ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്ട്രിക്റ്റായ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോയാണ്. എന്നാൽ അതിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് കഴിഞ്ഞ് ക്ലോസ് ആവുകയാണെങ്കിൽ, അതായത് 77,166 ലെവലിനൊക്കെ താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് കഴിഞ്ഞ് ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും ലഭിച്ചേക്കാം എന്ന് കരുതുന്ന ടാർഗറ്റുകളാണ് ഇവിടെ ചുവടെ ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. 77,071, 77,026, 76,950, 76,882, 76,835, 76,720, 617, 532 എന്ന ലെവലുകളാണ് ഞാനിവിടെ അത്തരത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളവ. അപ്പോൾ നിങ്ങൾക്ക് ലെവലുകൾ വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് കരുതുന്നത്. അപ്പോൾ നമ്മുടെ 3 ഇൻഡെക്സുകളുടെയും ലെവലുകൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നാളെ ഞാൻ ഏത് വിധത്തിലാണ് ട്രേഡ് ചെയ്യാൻ എൻ്റെ ട്രേഡിംഗ് പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളതെന്നും ബോധ്യമായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് ഗുണകരമായി തോന്നുന്നു എങ്കിൽ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും ലൈക്കുകളും രേഖപ്പെടുത്തുക. എന്നാൽ സ്ഥിരമായി നമ്മുടെ ചാനൽ സന്ദർശിക്കുകയും ലെവലുകൾ ഉപയോഗിക്കുകയും ചെയ്യുന്ന ആൾക്കാർ തീർച്ചയായും ചാനലിനെ ലൈക്കും കമൻറ്റും രേഖപ്പെടുത്തി സപ്പോർട്ട് ചെയ്യും എന്ന് തന്നെയാണ് പ്രതീക്ഷ. അപ്പോൾ നാളെയും നല്ല മൂവ്മെൻറ്റ് ഉണ്ടാവട്ടെ, നല്ല ട്രേഡിംഗ് അവസരങ്ങൾ ഉണ്ടാവട്ടെ, എല്ലാവർക്കും കൈനിറച്ചും ലാഭം ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.